ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റിസൾട്ടാണ് RRB ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ 2025 നവംബറിലായിരുന്നു നമ്മുടെ RRB ഗ്രൂപ്പ് ഡി പരീക്ഷ നടക്കുന്നത്. ഏകദേശം അതിന്റെ റിസൾട്ട് വന്ന് ഫിസിക്കലൊക്കെ കഴിയേണ്ട സമയമായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളും കേസുകളും എല്ലാവർക്കും അറിയാം. അറിയില്ലെങ്കിൽ ഒരിക്കൽ കൂടെ പറയുകയാണ്. CCA അപ്രന്റീസ്ഷിപ്പ് ചെയ്ത ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികള് നമ്മുടെ തെലങ്കാന ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസിനെ ചൊല്ലിയിട്ടായിരുന്നു ഇത്രയും നാള് നമ്മുടെ റിസൾട്ട് RRB ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ റിസൾട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത്. ഇന്ന് അനുകൂലമായിട്ടാണ് RRB ഗ്രൂപ്പ് ഡി പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് അനുകൂലമായിട്ട് റിസൾട്ട് വിധി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CCA അപ്രന്റീസ്ഷിപ്പ് ചെയ്ത ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുകയാണ്, അവരുടെ റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചൊല്ലി നമ്മുടെ തെലങ്കാന ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. പല ദിവസങ്ങളിലായിട്ട് വിധി പ്രഖ്യാപനം ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിലും സ്റ്റേ ചെയ്ത് മാറ്റി നീട്ടി കേസ് എന്ത് ചെയ്യുകയാണ്, നീട്ടി കൊണ്ടുപോയി. ഇന്ന് റിസൾട്ട് വന്നിട്ടുണ്ട്. റിസൾട്ടിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുക. അതോടൊപ്പം പെറ്റീഷൻ കൊടുത്തിരുന്ന 15 വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഹോൾഡ് ചെയ്ത് വെക്കാനുമാണ്. ഹോൾഡ് ചെയ്ത് അവരുടെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യരുത് എന്നുമാണ് എന്ത് ചെയ്യുന്നത്, കോടതിയുടെ വിധി പ്രഖ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 2025 പരീക്ഷ കഴിഞ്ഞു, ഫിസിക്കൽ കഴിഞ്ഞില്ല, റിസൾട്ട് വന്നില്ല. അതിന് മുന്നേ 2026 നോട്ടിഫിക്കേഷൻ വന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു പരീക്ഷ, അതായത് 2026 ഗ്രൂപ്പ് ഡി പരീക്ഷ ഇനിയും നീണ്ടുപോകും എന്ന് വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പഠിക്കാതിരിക്കുന്നവരോടാണ് പറയുന്നത്. 2025 പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഉടനെ റിസൾട്ട് വരും, ഫിസിക്കലൊക്കെ നടക്കും, അതൊരു വഴിക്ക് നടക്കും. 2026 വിളിച്ച നോട്ടിഫിക്കേഷന്റെ ആ ഒരു എക്സാം കറക്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ആ ഒരു പരീക്ഷ നടക്കും. അതുകൊണ്ട് പഠിക്കാത്തവരോട്, ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരോട് ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. വളരെ കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമയം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി 2025 എക്സാം ഒരുവിധം നല്ല രീതിയിൽ എഴുതിയ കുട്ടികളോട് നിങ്ങൾ കട്ട് ഓഫ് പാസ്സാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നല്ല രീതിയിൽ ഫിസിക്കലിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്ന് തെലങ്കാന ഹൈക്കോടതിയിൽ നിന്ന് വന്ന വിധി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു കാണണമെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തെലങ്കാന ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും കേട്ടോ.